നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ ഉടമ്പടി എടുത്ത വർഷം 16/8/2022 എൻ്റെ പേര് പ്രസന്ന. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നതാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് 15 ദിവസത്തേക്ക് ദൂരെ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞു. 15 ദിവസം എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ടേ ഈ 15 ദിവസവും ഞാൻ വിളിക്കുമായിരുന്നു. ബെല്ല് കേൾക്കും, ആൾ എടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 1 മാസം കഴിഞ്ഞ് 2 മാസം 3 മാസം 3.5 മാസമായിട്ടും ആൾ പിന്നെ ഫോൺ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെയായി. പുറത്തൊന്നും അങ്ങനെ ദൂരം ഒരിടത്തും പോകാത്ത ആളാണ്, കൃഷിയാണ്, അങ്ങനെയായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇരിക്കെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഇത്രയും ദിവസം ആയതുകൊണ്ട് ഇനി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തില്ലെങ്കിൽ പറ്റത്തില്ല, ഇത് വലിയ പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവൾ പറഞ്ഞു, വേണ്ട, എനിക്കൊരു പത്രം കിട്ടി കൃപാസനത്തിൽ നിന്ന്, ഞാനത് അമ്മയ്ക്ക് അങ്ങോട്ട് യൂട്യൂബിൽ ഇട്ട് തരാം, അമ്മ അത് ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു. ആ സമയം ഞാൻ യൂട്യൂബിൽ ഓണാക്കി നോക്കിയതും മാതാവിൻ്റെ ഒരു രൂപമാണ് എനിക്കതിൽ കണ്ടത്. ആ സമയത്ത് മാതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞേ, നീ എൻ്റേതാണ്, എൻ്റേത് മാത്രം, ലോകം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കിട്ടുകയും എൻ്റെ ശരീരത്തൂടെ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയം തന്നെ അച്ഛൻ യൂട്യൂബ് നോക്കി പോയപ്പോൾ അച്ഛൻ്റെ ടോക്കുകളാണ് കാണാൻ തുടങ്ങിയത്. അതിൽ അച്ഛൻ ഇങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം ഒരു പ്രാർത്ഥനയല്ല, അതൊരു മെരിറ്റാണ്. ഞാൻ അന്നേരം തന്നെ ഒരു ഉറപ്പെടുത്തു, വിശ്വാസം ഉറപ്പിച്ചു. 9 ദിവസം 9 നേരം ഈ വിശ്വാസ പ്രമാണം ചൊല്ലി. 8ൻ്റെ അന്ന് എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും പറയുന്നത് അങ്ങോട്ട് വ്യക്തമായി കേൾക്കുന്നില്ല, ഹലോ എന്ന് വിളിക്കുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെ പപ്പ വിളിച്ചിരുന്നു, നീ ഒന്ന് വിളിച്ചു നോക്കാൻ. അന്നേരം അഞ്ചൽ എന്ന സ്ഥലത്ത് സഹോദരിയുടെ വീട്ടിൽ, അവർ വേറെ ഒരു പള്ളിക്കാരാണ്, നമ്മളെ കത്തോലിക്ക അല്ല. അപ്പോൾ ആ പള്ളിയിൽ അവരെ കൂടെ ചേർന്ന് അവരെല്ലാവരും സന്തോഷമായിട്ട് കഴിയാണ്. ഞാനൊരു ബൈസ്റ്റാൻഡറാണ്. ഞാൻ പത്തനംതിട്ട 2 വർഷത്തിൽ അവിടെ ഒരു സർവീസിലിരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ കേട്ടപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകണം. അപ്പം പറഞ്ഞു, ഓണം കഴിയട്ടെ നമുക്ക് പോവാമെന്ന്. ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ല, എനിക്കിപ്പോൾ ഉടനെ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവിടെ വരികയും 3 തവണ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും എൻ്റെ ഉടമ്പടി 3 തവണ അത് പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഉടമ്പടി എടുക്കുകയും ചെയ്യിപ്പിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും പോയത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു അനുഭവം ഉണ്ടായിട്ടാണ് അവിടേക്ക് തിരിച്ചു പോയത്. എന്നിട്ട് അവിടെ ചെന്ന് പെട്ടത് ഒരു അച്ഛൻ്റെ അടുത്തായിരുന്നു. അച്ഛൻ ഇപ്പം അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് ബിഷപ്പ് ഹൗസിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുകയാണ്. ദൈവം ഇത്രയും വലിയ ഒരു നന്മ അത് ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യമാണ്. ഞാൻ മാതാവിനെ അവിടെ വെച്ച് കണ്ട്, എനിക്കറിയത്തില്ല ഈ കൃപാസന മാതാവിനെ. കാര്യം ജനാലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു, അയ്യോ ഇത് മാതാവല്ലേ, എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് ചോദിച്ചു. അമ്മ എൻ്റെ വീടല്ലെങ്കിലും എൻ്റെ വീട്ടിനകത്ത് വരാൻ പറഞ്ഞു. അന്നേരം അമ്മ അപ്രത്യക്ഷമായി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളുണ്ടായി. ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടിയിൽ എനിക്കൊരു അലർജി രോഗം ഉണ്ടായിരുന്നു. 31 വർഷമായി. 2 കൈയും 2 കാലും ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ കുളിക്കണം, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുമായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് 3ൻ്റെ അന്നും എൻ്റെ ഈ ചൊറിച്ചിലൊന്നും അസുഖം മാറിപ്പോയി. അതിൽ മോക്ക് ഹാർട്ടിന് വാൽവ് ചുരുങ്ങിയിരിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഒരു വാൽവിൽ കൂടി ബ്ലഡ് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതും ഇവിടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും സൗഖ്യപ്പെട്ടു. അതുപോലെ ഒരു ആൻറ്റിക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി ഞാനും പറഞ്ഞു, ആ അമ്മയടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ആൻറ്റിക്ക് ഞാൻ സ്ഥലം വാങ്ങാൻ അമ്മയടുത്ത് ചോദിച്ചു വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് തന്നെ 55 ലക്ഷം പറഞ്ഞത് 52.5 ലക്ഷം രൂപയായിട്ട് ആ വസ്തു വാങ്ങാൻ അവർക്കിട വന്നു. ഇതുപോലെ വലിയ വലിയ അനുഗ്രഹം. അതുപോലെ നിയോഗത്തിൽ ഒരു അമ്മയുടെ മക്കൾ 2 വർഷമായി അമ്മയെ കാണാതെ ഇരുന്നിട്ട് അവരും ഉടമ്പടി എടുത്തതോടെ ഞാൻ നിയോഗത്തിൽ വെച്ചതാണ്, അവരും വന്ന് കാണാനിടയായി. അതുപോലെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു. കിണർ വെട്ടി ഒരു അരത്തൊട്ടി വെള്ളം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളം കുമ്പള പോലെ പൊങ്ങി വരികയും ഇന്ന് പമ്പ് വെച്ച് വെള്ളം അടിച്ചെടുക്കാൻ ധാരാളം വെള്ളം, 5-6 തൊടി വെള്ളം അതിൽ കാണാനിടയായി തീർന്നു. അതുപോലെ പ്രേക്ഷിത വേലകൾ ചെയ്യുന്നത്, അനാഥാലയങ്ങളിൽ പോവുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിനുള്ള കാശുകൾ അടക്കുകയും അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുകയും കാശുകളില്ലാതെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കുകയും എൻ്റെ ശമ്പളത്തിൽ നിന്ന് 1% അവർക്ക് വേണ്ടി എല്ലാ മാസവും ശമ്പളം നാട്ടിലയക്കുമ്പോൾ
അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടി പറയുകയും ചെയ്യും. അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള എല്ലാ കടങ്ങളും തീർക്കാവൂന്നും പറയും. വലിയൊരു 7 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. അതെല്ലാം ദൈവം മാതാവ് അത് മാറ്റാനുള്ള അനുഗ്രഹം തന്നു. മാതാവ് പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും എൻ്റെ മുമ്പിൽ കൂടെ ഈ നിമിഷവും ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ തന്നെ എൻ്റെ മാതാവും ഈശോയും എൻ്റെ മുന്നിലൂടെ വരികയും ഞാൻ പറയുന്ന കാര്യം ആ സെക്കൻഡിൽ തന്നെ അത് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛനെ 4 തവണ ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ ഇവിടെ പറയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരും പറയുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അച്ഛൻ അമരത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതും അതിൽ ഞങ്ങളെല്ലാം ഇരിക്കുന്നതും, രണ്ടാമത് അച്ഛൻ ഈ ഈശോയുടെ അമ്മ മാതാവിൻ്റെ നടുക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും വലിയ പ്രകാശത്തിൻ്റെ രൂപത്തിൽ മാതാവിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല പ്രകാശം, വെള്ള പ്രകാശത്തിൽ അച്ഛൻ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അന്നേരം ഈ 2ാമത്തെ ഉടമ്പടിയിൽ ഇവിടെ വരുമ്പോൾ ഞാൻ ഫസ്റ്റിലെ ഈ ഉടമ്പടിയിൽ ഈ മാതാവല്ല, സിൽവർ കളറിലെ മാതാവല്ല ഇവിടെ നിന്നത്, ക്രീം കളറിലെ വലിയ മാതാവ്. അത് എൻ്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയും മാതാവ് എൻ്റെ കൂടെ വന്ന് അവിടെ നിൽക്കാൻ ഞാൻ ചോദിച്ചു, എന്തിനാ മാതാവേ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ ചോദിച്ചു. അമ്മ എൻ്റെ റൂമിൽ വന്നൂടെ, അടുക്കളയിൽ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അത്രയും രൂപത്തിൽ നിൽക്കുകയാണ്. അതുപോലെ 4:20 ആവുമ്പം ചെവിയിൽ തട്ടുകയും എൻ്റെ പേര് ചൊല്ലി വിളിക്കുകയും പിന്നെ ആ വീട് ഫുള്ളും എൻ്റെ പേര് കിടന്ന് അലാറം പോലെ അലറുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്തോ പറയാനില്ല, വലിയ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും. ഇപ്പോഴും എന്തെങ്കിലും ഒരാളിനൊരു ആവശ്യമെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന്. 2 പേരെങ്കിലും ഇവിടെ വരുമ്പോൾ പറയാതെ പോകത്തില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അലർജി മാറിയെന്ന് എഴുതിയിട്ടുണ്ട്. അത് വലിയൊരു അനുഭവമായിരുന്നു. ഞാനിവിടെ താമസിക്കുന്നത് തന്നെ 2ാമത്തെ 2 ഹീറ്റർ, താഴത്തെ നില 2 ഹീറ്റർ, ഇത്രയും ഉള്ള ഒരു വീട്ടിൽ ഞാൻ ഗ്യാസ് വെച്ച് മാത്രമേ ഈ വെള്ളം ചൂടാക്കുള്ളായിരുന്നു. ഈ തിളപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയി. തൊട്ട് ഒരു 2 മണിക്കൂറിന് മുമ്പേ ഞാൻ ഒരാളെൻ്റെ അടുത്ത് ഗ്യാസ് ചോദിച്ചു, ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവരത് എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇത് 2 ആഴ്ച വരുമെന്ന് വിചാരിച്ചു. 4 മണിക്ക് ചായ ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ ചെന്ന് കൈ അനപ്പായതും ഗ്യാസ് തീർന്നു. മാതാവ് എൻ്റെ കാലിൽ തട്ടുന്നുണ്ട്, ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അങ്ങോട്ടും പോകാനും സമ്മതിക്കുന്നില്ല, ഇങ്ങോട്ട് വരാനും സമ്മതിക്കുന്നില്ല. കൈ അനപ്പ് വെച്ച് ഇന്ന് ഞാൻ ആ കൈ അനപ്പ് വെള്ളത്തിലാണ് കുളിക്കുന്നത്. തിളച്ച വെള്ളം എനിക്ക് വേണ്ട. എത്ര അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാലും തീരൂല. പക്ഷേ എൻ്റെ ടോക്ക് ഒരു ദിവസം പോലും കേൾക്കാതെ ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രി 12 മണിക്ക് ചെന്ന് മിണ്ടാതെ കിടന്നിട്ട് ഇന്നങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചാലും അതിലൊരു വാക്ക് കേൾക്കാതെ കിടക്കാൻ പറ്റൂല. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അച്ഛൻ്റെ വചനം ധ്യാനം ഉണ്ട്, അത് തീർന്നില്ലെങ്കിൽ വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കും. എന്നാലത് കേൾക്കാതെ കിടക്കാൻ പറ്റിയില്ല. അതിലൂടെയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ച ആ അനുഗ്രഹമാണ് ഇന്നും ഞങ്ങളുടെ ഭവനത്തിലൊക്കെ. ഇപ്പം എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, അത്ര അനുഗ്രഹങ്ങളാണ്. അതുപോലെ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ വന്നിട്ടുണ്ട്. എൻ്റെ വീട് ഒത്തിരി ദൂരെയാണ്. ഞാൻ രാവിലെ തൊട്ടേ ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് പേടിയാണ് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ വീട്ടിൽ തലേദിവസം വന്നിട്ടാണ് ഞാനിവിടെ ഒരുമിച്ച് വന്നത്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ മോക്ക് OIT പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അവരും വന്നത്. അതിന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഒത്തിരിയേറെ അത്ഭുത അടയാളങ്ങളാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കൃപാസന പത്രപ്രേക്ഷിത പ്രവർത്തനവും എങ്ങനെയാണ് തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തെ സന്ധിക്കാൻ സഹായിക്കുന്നത് എന്ന് വിളിച്ചോതുന്ന ഒരു സാക്ഷ്യം